കേരളം സസ്യശ്യാമള കോമളം എന്നാണ് കവികൾ പറയാറുള്ളത്. അങ്ങേയറ്റം പ്രകൃതി രമണീയമായ നാട്. വിമാനത്തിൽ നിന്ന് നോക്കിയാൽ പച്ച കണ്ട് കണ്ണ് കണ്ണ് തള്ളിപ്പോവും. അത്ര വിശാലമായ പച്ചപ്പിൻ്റെ ഒരു മഹാസാമ്രാജ്യമാണ് കേരളം. അപ്പോൾ ആ തരത്തിൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു പ്രദേശമാണ് കേരളമെങ്കിലും ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കറിയാം നമ്മുടെ പ്രകൃതി പലപ്പോഴും സംഹാരരുദ്രയാണ്. വലിയ കാറ്റും കോളും വരും, വലിയ കടലിരമ്പങ്ങൾ വരും, വലിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടാവാറുണ്ട്, വമ്പിച്ച ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാറുണ്ട്. ആ തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളുടെ ആധിക്യം കാരണം ഓരോ വർഷവും നിരവധി ആളുകൾ ഇവിടെ മരിച്ചു വീഴുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, എത്ര രമണീയമാണ് പ്രകൃതിയെങ്കിലും അത്രയും രൂക്ഷമാണ് പ്രകൃതിയുടെ സ്വഭാവം, നമ്മുടെ നാട്ടിലെ പ്രകൃതിയുടെ സ്വഭാവം. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രകൃതിയുടെ സ്വഭാവം നമ്മുടെ രാഷ്ട്രീയവും കൈവരിച്ചിരിക്കുന്നു. രാഷ്ട്രീയം ജനങ്ങളുടെ ഒരു കലയാണ്, ജനാധിപത്യത്തിൻ്റെ കലയാണ്, ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കലിൻ്റെ കലയാണ്. പക്ഷേ രാഷ്ട്രീയം ഭിന്നിപ്പിക്കലിൻ്റെ കഥയാണ്, തകർക്കലിൻ്റെ കഥയാണ്, പിന്നിൽ നിന്ന് കുത്തലിൻ്റെ കഥയാണ്, അന്യനെ തകർക്കലിൽ തച്ച് കൊല്ലലിൻ്റെ കഥയായിട്ട് മാറിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റം കേരളത്തിലെ പ്രകൃതിയിൽ വന്നിരിക്കുന്ന പ്രകൃതി സംഭവങ്ങളിൽ, പ്രാകൃതിക നാച്ചുറലായിട്ടുള്ള കലാമിറ്റീസിൽ വന്നിരിക്കുന്ന മാറ്റവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ പ്രകൃതി എങ്ങനെയാണോ സംഹാരരുദ്രയായിട്ട് മാറുന്നത്, അതേ തരത്തിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയവും സംഹാരരുദ്രതയുടെ, ക്രൂരതയുടെ ഒരു രാഷ്ട്രീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇത് നിരീക്ഷിക്കുന്ന, പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ലോകത്തെ ഏറ്റവും ആദ്യമായിട്ട് ഒരു ജനാധിപത്യ രീതിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറ്റിയ ഒരു നാടാണ് കേരളം. അതിനു മുമ്പ് എവിടെയോ ഇറ്റലിയിലെ സാൻ മരിനോ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്തിൻ്റെ വലിപ്പമുള്ള ഒരു സ്ഥലത്താണ് ഒരു സർക്കാരിനെ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. ചെറിയൊരു സാൻ മരിനോ എന്ന് പറയുന്ന ചെറിയൊരു ഐലൻഡ് പോലുള്ള സ്ഥലമാണ്. പക്ഷേ ഒരു സംസ്ഥാനം, ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനം 57 കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തിൽ, വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ കയറ്റിയൊരു നാടാണ് കേരളം. അതായത് കമ്മ്യൂണിസത്തിൻ്റെ വലിയ ആദർശങ്ങൾ, കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ ആദർശം എന്ന് പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കുകയും അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടോ, ആ കാലത്തിനാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്ന് അതിൻ്റെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നുണ്ടോ വെച്ചാൽ ഉണ്ട്. പക്ഷേ മനുഷ്യനെ തകർക്കുകയും ഇല്ലായ്മ ചെയ്യുകയും അന്യൻ്റെ വാക്കുകളെ അവമതിക്കുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയായിട്ട് മാറിയിട്ടുണ്ട് കമ്മ്യൂണിസം. പ്രത്യേകിച്ചും ആ നിലയിൽ അതിൻ്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളിൽ താഴോട്ട് പോവുക മാത്രമല്ല, ഇപ്പോൾ അതൊരു വലിയ ജനവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം ആർജിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 10-25 കൊല്ലത്തെ നമ്മുടെ അനുഭവമാണ്. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ടായിരുന്നു. AKG പോലെ നേതാക്കൾ, EMS പോലെ നേതാക്കൾ, EK നായനാരെ പോലെ നേതാക്കൾ, ഇങ്ങനെ എത്രയോ ബഹുജന നേതാക്കൾ ഈ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പാരമ്പര്യം ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളെ ഉയർത്തുന്ന, തങ്ങൾക്ക് വീണ്ടും ചുറ്റും ഒരു എന്താ പറയുക വൈതാളികരുടെ ഒരു വേദിയെ ഒരുക്കുന്ന, വൈതാളിയർക്ക് വേണ്ടതൊക്കെ വെച്ചു വിളമ്പി കൊടുക്കുന്ന, അവർക്ക് അഴിമതി നടത്താൻ എല്ലാവിധ സൗകര്യവും ചെയ്യുന്ന, അഴിമതി കണ്ടാൽ കണ്ണടയ്ക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞൊരു 10-25 കൊല്ലത്തിനിടയിലുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളുടെ യഥാർത്ഥ ഫലം എന്താണ്? കുറേ കാലം അണികളൊക്കെ ഇത് സഹിച്ചു നിന്നു. CPM പോലുള്ള പാർട്ടികൾ വലിയ അച്ചടക്കമുള്ള പാർട്ടികളാണ്. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാലും പാർട്ടിയെ ചോദ്യം ചെയ്യുക എന്ന സംഗതി പണ്ട് ഒരിക്കലും ഇല്ലാത്തതാണ്. അതുകൊണ്ട് പാർട്ടിയോടുള്ള പൂർണ്ണമായ വിധേയത്വം, പാർട്ടിയാണ് ശരി എന്ന വിചാരം എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ നിലനിർത്തിയതാണ്. അതുകൊണ്ട് പാർട്ടിക്ക് തെറ്റുപറ്റിയാലും, പാർട്ടി നേതാക്കൾക്ക് തെറ്റുപറ്റിയാലും അത് തിരുത്തപ്പെടും. അതിനുള്ള ശേഷി ആഭ്യന്തര ജനാധിപത്യത്തെ വഴി അതിനുണ്ട് എന്നായിരുന്നു അണികൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു ബോധ്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിലെ നാനാഭാഗങ്ങളിലും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ ജില്ലയിലെയും സമീപകാലത്തെ അനുഭവങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഒരു ഉരുൾപൊട്ടൽ പോലെ
വടക്കുനിന്ന് തെക്കോട്ട് അല്ലെ തെക്കുന്ന് വടക്കോട്ട് ഒരു വലിയ പ്രചണ്ഡവാദം പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ ഈ പ്രതിസന്ധി ഉരുണ്ടുകൂടുകയാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു വമ്പിച്ച ഉരുൾപൊട്ടലിലേക്ക്, ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുമെന്ന കാര്യം തർക്കമില്ല. പല രൂപത്തിൽ ഇത് കാണുന്നുണ്ട്. ഒന്ന്, പാർട്ടിക്കകത്ത് വളരെ കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകൾ, അത് കുഞ്ഞികൃഷ്ണനായാലും ശരി, സുധാകരനായാലും ശരി, പി കെ ശശി ആയാലും ശരി, മറ്റു നേതാക്കളായാലും ശരി, എത്രയോ ആളുകൾ പാർട്ടിക്കെതിരായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വരുന്നൊരവസ്ഥ. ഇവരുന്നയിക്കുന്ന ആരോപണങ്ങളെ നേരിടുന്നതിൽ പാർട്ടി നേതൃത്വം പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്ന അവസ്ഥ. പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥ. എന്തിന്? പാർട്ടിയുടെ രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ച ഫണ്ട്, രക്തസാക്ഷികൾക്ക് പിന്നെ അവരുടെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി പിരിച്ച ഫണ്ട്, അതുപോലും മുക്കിയ സംഭവങ്ങളാണ് ഈ ഇപ്പോൾ പയ്യന്നൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. ഇത് സത്യത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരുപാട് അനുഭവങ്ങളാണ്. അഴിമതിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അടിമുടി അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചൊരു പാർട്ടിയായിട്ടെന്ന് CPM മാറി എന്ന് പാർട്ടിക്കാരാണ് പറയുന്നത്. നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ എല്ലാ പാർട്ടിക്കാരും അഴിമതിക്കാരെന്ന് മട്ടിൽ തള്ളിക്കളഞ്ഞാൽ മതി. പക്ഷേ CPM കുറിച്ച് വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ആളുകൾ, CPM പാർട്ടിയെക്കുറിച്ച് വലിയ ഭക്തി ഉണ്ടായിരുന്ന ആളുകൾ, അവർ തന്നെ പറയുന്നു ഞങ്ങളുടെ പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു കഴിഞ്ഞു, ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല. പിന്നെ എന്തുകൊണ്ട് ഇതിനകത്ത് നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ മറ്റ് മാർഗങ്ങളില്ല. പലരും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരാണ്, അല്ലെങ്കിൽ വിവിധ വർഗ ബഹുജന സംഘടനകളിൽ സാമാന്യം മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടി നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലോ MLA-യോ MP-യോ ഒക്കെ ആയിട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ, തങ്ങളുടെ മനസ്സിലെ പ്രതിഷേധം അത് ഉള്ളിലൊതുക്കിക്കൊണ്ട് അവരങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ അത് എത്ര കാലം മുന്നോട്ട് പോകും? അധികം വൈകാതെ ഈ പൊട്ടിത്തെറി പുറത്തേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു പൊട്ടിത്തെറിയുടെ മുമ്പിലാണ്, ആ തരത്തിലൊരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണ് ഇന്ന് കേരളത്തിലെ CPM നിൽക്കുന്നത് എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറേ ആഴ്ചകളിൽ, കുറേ മാസങ്ങളിൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന വാർത്തകളിൽ നിന്ന് CPM-ൻ്റെ അണികളുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പോയി. വളരെയേറെ അസംതൃപ്തി ഈ CPM-ൻ്റെ അകത്തളങ്ങളിൽ പൊട്ടിയൊലിക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു പ്രതിസന്ധി ആ പാർട്ടി നേതൃത്വത്തിനെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എന്തൊന്നും തിരിച്ചറിയാതെ വളരെ വളരെ നിസ്സംഗമായിട്ട് നിൽക്കുകയാണ് പാർട്ടി നേതാവ്. കഴിഞ്ഞ ദിവസം സുധാകരനെ കുറിച്ചൊരു ചോദ്യത്തിന് MV ഗോവിന്ദൻ പാർട്ടി സഖാവ് സെക്രട്ടറി അദ്ദേഹം നൽകിയ മറുപടി, ആ പുച്ഛരസ്ഥലുള്ള മറുപടി, ഏതാണ്ട് ഈച്ചയെ ആട്ടിക്കളയുന്ന തരത്തിലുള്ള ഒരു മറുപടി. 65 വർഷക്കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാളിനെ കുറിച്ചൊരു ചോദ്യത്തിനാണ് എന്ന മട്ടിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അത് സൂചിപ്പിക്കുന്നത് ഇന്ന് അവരെത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒരാൾക്കൊരു പരിഗണനയില്ല, ഒരാൾക്കൊരു പ്രശ്നവുമില്ല. പിന്നെ സ്വന്തം കാര്യം, സ്വന്തക്കാർക്ക് വേണ്ടപ്പെട്ടവർക്ക് സീറ്റുകൾ, സ്ഥാനമാനങ്ങൾ ഉറപ്പിച്ചെടുക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഈ നേതാക്കളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഭാര്യയ്ക്ക് വേണ്ട സീറ്റ്, മക്കൾക്ക് വേണ്ട സീറ്റ്, അതെല്ലാം കൃത്യമായിട്ട് സംഘടിപ്പിച്ചെടുക്കുന്നുണ്ട്. മറ്റൊന്നും അവർക്കൊരു വിഷയവുമല്ല. അപ്പം അങ്ങനെ ആ തരത്തിലുള്ള ഒരു നവകേരളത്തിൻ്റെ, ഒരു പുതുകേരളത്തിൻ്റെ, ഒരു വികസിത കേരളത്തിൻ്റെ സൃഷ്ടിയിലേക്കാണ് ഇപ്പോൾ അവർ പോകുന്നത്. എങ്ങനെയാണ് 2031 വരെ കേരളം മുമ്പോട്ട് പോകാമെന്നറിയില്ല. എന്തായാലും ശരി, ഈ തെരഞ്ഞെടുപ്പിന് വക്കത്തെത്തി നിൽക്കുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും എന്ന ഒരു ചിന്തയാണ് പലരിലും കാണുന്നത്. ഒരുപക്ഷെ ഇത് അവസാനിക്കുമായിരിക്കും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കേണ്ടത്.